ഇന്ന് നമുക്ക് നിക്കാഹ് ബുക്ക്ലെറ്റ് ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. നമുക്ക് 2 ഗ്ലൂ ഇവിടെ ആവശ്യമുണ്ട്. B7000 എന്ന് പറഞ്ഞ ഗ്ലൂവും പിന്നെ ഫ്ലെക്സ് ക്യൂക്കാണ്. ഗ്ലൂവിൻ്റെ നെയിം അങ്ങനെയാണ് ഷോപ്പിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടും. കൂടാതെ ബുക്ക്ലെറ്റിൻ്റെ ബോർഡ് കവർ ചെയ്യാനായിട്ടുള്ള ക്ലോത്തും 2 സൈഡിലേക്കുള്ള ബോർഡും സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള പ്രിൻ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. കൂടാതെ അക്രിലിക് കട്ടൗട്ട്സും കൂടെ വേണം. അങ്ങനെയെല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേക്ക് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. ഇനി നമുക്ക് നിക്കാഹ് ബുക്ക്ലെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്രിൻറ്റിൽ നമ്മൾ ഫുൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിമും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് സൈൻ ചെയ്യാനുള്ള പോർഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രിൻറ്റിൽ നമ്മൾ വഹലക്കിനാക്ക് വസാജാന്ന് മാത്രം കൊടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള മീനിങ് കൂടെ കൊടുത്തിട്ട് ബാക്കി പ്ലെയിൻ ആക്കി ഇട്ടേക്കാണ്. ആ ഒരു പോർഷനിലാണ് നമ്മൾ അക്രിലിക് കട്ടൗട്ട്സ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ക്ലോത്തൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബോർഡ് ക്ലോത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ്. അങ്ങനെ ബോർഡ് ക്ലോത്തും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബുക്ക് ചൊട്ടിടുമ്പോൾ എങ്ങനെയാണ് മടക്കാന്ന് വെച്ചാൽ ഈ ഒരു രീതിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഈ ക്ലോത്ത് കൊണ്ട് ഈ ബോർഡിനെ അങ്ങോട്ട് കവർ ചെയ്യാം. നമ്മൾ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല രീതിക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, ഗ്ലൂ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ ഗ്ലൂ ചെയ്ത് കൊടുത്താലാണ് ബോർഡിൽ ക്ലോത്ത് നല്ല രീതിയിൽ സ്റ്റിക്കായിരിക്കുള്ളൂ. നമ്മൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഗ്ലൂ ചെയ്ത് കൊടുത്ത് പറഞ്ഞു പോരാത്ത രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് സ്റ്റിക്ക് ചെയ്യുന്ന പാർട്ടിവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. 2 സൈഡിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷമാണ് വീണ്ടും സ്റ്റിക്ക് ചെയ്യേണ്ടി വരിക. അങ്ങനെ 4 സൈഡും നമ്മൾ കൃത്യമായിട്ട് ഗ്ലൂ യൂസ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇതിന് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പണിയുണ്ട്. അപ്പം ഞാനതങ്ങനെ കൊടുത്ത് ഗ്ലൂ എടുക്കുന്ന പാട്ടാണിത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വീഡിയോ വാച്ച് ചെയ്യുക, ഇത് കാണാം. മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലിപ്സൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 2 ഭാഗവും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ശ്രദ്ധിച്ചിട്ട് വളരെ സ്ലോലി തന്നെ ആ പാട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ നിക്കാഹ് ബുക്ക്ലെറ്റിൻ്റെ നടുവിൽ വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അത് ഈ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്തെടുക്കുക. ഫസ്റ്റ് സാറ്റിൻ ക്ലോത്ത് B7000 ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം തിന്നായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തു ആ ഫ്രണ്ട് പോർഷനും. അതിന് ശേഷം കണ്ടോ, ഫുൾ സൈഡും നമ്മൾ മടക്കി എടുത്തതിന് ശേഷം പ്രിൻ്റ് നമ്മളവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അക്രിലിക് കട്ടൗട്ട്സ് ഫ്രണ്ടിലും ഉള്ളിലെ പോർഷനിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു പെണ്ണ് ഈ വർക്ക് ഏകദേശം ഫിനിഷ് ആവാറായപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു പ്രോസസ്സാണത്. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ നിക്കാഹ് ബുക്ക്ലെറ്റ് പൂർണ്ണമായിട്ട് റെഡി ആവാം. ഈ അക്രിലിക് കട്ടൗട്ട് ഒട്ടിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഭംഗി ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ. നിക്കാഹ് ബുക്ക്ലെറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ 4 സൈഡും ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ നല്ല രീതിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ റൗണ്ടിലുള്ള ആ കട്ടൗട്ടും പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിമും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിമും തമ്പ് ഇംപ്രഷൻസും ആണ് ഒട്ടിക്കാനുണ്ടായിരുന്നത്. അതും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പീൽ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാവും. അത് സ്ക്രാച്ച് വന്നാതിരിക്കാൻ അത് കഴിയുമ്പോഴാണ്
അത് പീൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ ഗ്ലോസി ഫിനിഷ് എന്നൊക്കെ പറയില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അതിങ്ങനെ സ്പീഡിൽ വിളിക്കുന്നതൊക്കെ ആയിട്ടല്ലേ കാണാം, അത് ഒലിച്ചെടുക്കാൻ നല്ല പണിയാണ്. ഇതേപോലെയുള്ള വലിയതൊന്നും വലിയ പ്രശ്നമില്ല. ആ കുഞ്ഞ് ഇതിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇത് പീൽ ചെയ്തെടുക്കാന്ന് വെച്ചാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്. വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ അത്. ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിക്കാഹ് ബുക്ക്ലെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സും കൂടെ സൂക്ഷിച്ച് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലുള്ള കട്ടൗട്ട്സിൽ നിന്നും ഇതേപോലെ ഈ ഒരു ഷീറ്റ് പീൽ ചെയ്തെടുത്ത് കളയുന്നുണ്ട്. കണ്ടോ, ഇതിൽ നിന്ന് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോരുന്നുണ്ട്. കുറച്ച് വലിയൊരു കട്ടൗട്ട് ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല അത് വലിച്ചിങ്ങനെ എടുത്ത് കളയാനായിട്ട്. മറ്റേ നെയിം തീരെ ചെറുതായതുകൊണ്ട് കുറച്ചധികം പണി ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ പീൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. 4 സൈഡിലുള്ള ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. കൂടാതെ കണ്ടോ, ഇങ്ങനത്തേതൊക്കെ നമുക്ക് വലിയൊരു കട്ടൗട്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പീൽ ചെയ്തെടുക്കാൻ നല്ല സുഖമാണ്. നല്ല രസമാണ് അത് കാണാനും അത് ചെയ്യാനും കേട്ടോ. അപ്പോൾ നിക്കാഹ് ബുക്ക്ലെറ്റിൻ്റെ വർക്കൊക്കെ കിട്ടുമ്പോൾ മാക്സിമം എടുക്കാൻ നോക്കുക, വർക്ക് ചെയ്യുക. കട്ടൗട്ട്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ബൈ ഷോപ്സിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ബിയു എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇതേപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന പേജിലേക്കോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് പേജ് ഉണ്ട് ഞങ്ങൾക്ക്, ജസ്റ്റ് ബിയു മെറ്റീരിയൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ റിപ്ലൈ തരുന്നതാണ്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇൻസ്റ്റാ പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്താ ജോയിൻ ചെയ്യുക. അതിൽ എൻ്റെ നമ്പർ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കൂടാതെ നമുക്ക് നിക്കാഹ് ബുക്ക്ലെറ്റിൻ്റെ ഒപ്പം തന്നെ ഖുറാനും മുസല്ലയും വെച്ചിട്ടുള്ള ഒരു നിക്കാഹ് ഹാമ്പർ കൂടെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിൽ വരുന്നത് നിക്കാഹിന് ബ്രൈഡിൻ്റെ കയ്യിൽ ഗ്രൂമിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ മഹർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഖുറാനും മുസല്ലയും തസ്ബീഹും ഒരു അത്തരമാണ് വരുന്നുണ്ടായിരുന്നത്. കൂടാതെ അവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് മറിയം ലോഷനും കൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വർക്കിലും കൂടെ നമ്മൾ എന്താ അക്രിലിക് കട്ടൗട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പീൽ ചെയ്തെടുക്കുന്ന ഭാഗമാണിത്. ഇതുണ്ടോ, കുറച്ചുകൂടെ വലിയ നെയിം ആയതുകൊണ്ട് നമുക്ക് പണിയില്ല, നല്ല സുഖമാണ്, പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു പ്രോസസ്സ് കൂടെയും കഴിയുമ്പോൾ വർക്ക് ഫിനിഷായി. ഒരുപാട് നേരത്തെ ഒരു 4-5 മണിക്കൂർ കുത്തിയിരുന്നിട്ടാണ് ഈ വർക്ക് ഫുള്ള് ഫിനിഷ് ആയത്. അത് കൂടാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കോ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ഇടുക ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടോ, നിക്കാഹ് ബുക്ക്ലെറ്റും ഫിനിഷ് ആയിട്ടുണ്ട്. വർക്ക് 2 വർക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കാണിത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.